ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡാറ്റ ടൈപ്സ് എന്താണ്, ഓപ്പറേറ്റേഴ്സ്, അറേസ്, ഒബ്ജക്ട്സ് എല്ലാം കുറച്ച് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോഡിങ്ങിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സെക്ഷനിലേക്കാണ് കടക്കുന്നത്. അതാണ് എഫിഷ്യൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡീബഗിങ് ആക്ച്വലി. സോ പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാമൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കോഡ് എഴുതുന്ന പോലെ തന്നെയാണ് എറർ ഹാൻഡിൽ ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും പഠിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം റിയൽ ലൈഫിൽ കോഡ് എല്ലായ്പ്പോഴും സ്മൂത്തായി പോകണമെന്നില്ല. എറേഴ്സ് വരും, ലോജിക് മിസ്മാച്ച് ആകും, പിന്നെ സിൻടാക്സ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് എറേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ഫിക്സ് ചെയ്യാം, സോ അതൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോസിൽ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ മോഡ്യൂളിൽ ബേസിക്കലി ഞാൻ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഒന്ന് എഫിഷ്യൻറ്റ് കോഡിംഗ് ആണ്. സോ എഫിഷ്യൻറ്റ് കോഡിംഗ് ബേസിക്കലി അത് കോഡ് എങ്ങനെ സ്മാർട്ടായിട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഫൈൻഡിങ് ഹെൽപ്പാണ്. ലൈക്ക് ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കാം, എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ എന്ന് ഡീബഗിങ് ആണ്. എറേഴ്സിന് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ഫിക്സ് ചെയ്യാം, ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ. സോ ഫസ്റ്റ് വൺ എഫിഷ്യൻറ്റ് കോഡിംഗ് ആണ്. ആദ്യത്തെ ഭാഗം എഫിഷ്യൻറ്റ് കോഡിംഗ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും വേഗം എഴുതുക എന്നാണോ എന്നുള്ളത്. പക്ഷേ വേഗം എഴുതുക എന്നല്ല അർത്ഥം. കോഡൊക്കെ വേഗം എഴുതി തീർക്കല്ല വേണ്ടത്, സ്മാർട്ടായി എഴുതുക എന്നാണ് ഞാനിവിടെ മീനിങ് വയ്ക്കുന്നത്. കോഡ് എഴുതുമ്പോൾ ID അല്ലെങ്കിൽ എഡിറ്റർ നിങ്ങൾ മാക്സിമം ആയി ഉപയോഗിക്കുക. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ IDയിൽ ഓട്ടോ ഫോർമാറ്റിംഗ് വേണം, ഓട്ടോ കംപ്ലീഷൻ വേണം, കോഡ് ഹിൻസ് വേണം, സ്നിപ്പെറ്റ്സ് വേണം. ഇവയെല്ലാം യൂസ് ചെയ്ത പ്രൊഡക്ടിവിറ്റി വളരെ കൂടും ആക്ച്വലി. ഓക്കെ, സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. VS കോഡ് സിൻടാക്സ് ഹൈലൈറ്റ് ചെയ്യുന്നു, ഓട്ടോ സജഷൻസ്, എക്സ്റ്റൻഷൻ സപ്പോർട്ട്, അങ്ങനെ കോഡിങ്ങിന് സൂപ്പർ സ്മൂത്ത് ആക്കാനുള്ള കുറേ ഫീച്ചേഴ്സ് അതിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓട്ടോ ഫോർമാറ്റ് എനേബിൾ ചെയ്യാം, കോഡ് ഇൻഡൻസ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ആ IDE ബേസിക്കലി എല്ലാം എടുത്തുള്ളൂ. കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ആ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫോർമാറ്റിങ്ങും നമ്മുടെ കോഡിംഗ് ഒക്കെ കുറച്ചും കൂടി എളുപ്പമാക്കാൻ പറ്റും. അടുത്ത പിന്നെ എന്ന് വെച്ചാൽ ഫൈൻഡിങ് ഹെൽപ്പാണ് ഞാൻ അടുത്ത് കവർ ചെയ്യുന്നത്. സോ ഈ ഫൈൻഡിങ് ഹെൽപ്പ് പ്രോഗ്രാമിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് സ്കില്ലാണ്. ഡെവലപ്പർ ആയാലും ഈവൻ ബിഗിനർ ആയാലും ഒരിക്കലും എല്ലാം ഓർമ്മയിൽ വയ്ക്കാൻ പറ്റില്ല നമുക്ക്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻസ്, കുറേ മെത്തേഡ്സ്, സിൻടാക്സ്, ഇതിലൊക്കെ ഒന്നുകിൽ നമുക്ക് മറക്കും, അല്ലെങ്കിൽ കൺഫ്യൂസ് ആവും. അപ്പോൾ എങ്ങനെ ഹെൽപ്പ് കണ്ടെത്താം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, പിന്നെ സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ട്, ChatGPT പോലുള്ള AI ടൂൾസ് ഉണ്ട്. സോ ഇവയെല്ലാം നല്ല റിസോഴ്സുകളാണ്. റിമെമ്പർ, ഗോൾ ഈസ് ഇൻ ടു മെമ്മറൈസ് എവറിത്തിങ്. സോ പക്ഷേ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഫൈൻഡ് റൈറ്റ് ആൻസർ ക്വിക്ക്ലി. അടുത്ത ഞാൻ ഇനി കവർ ചെയ്യുന്നത് ഡീബഗിങ് ആണ്. പ്രോഗ്രാം ചെയ്യുമ്പോൾ എറർ ഫ്രീ കോഡ് എഴുതാനാകില്ല എപ്പോഴും. പക്ഷേ നമ്മുടെ കേസിലൊക്കെ എറർ വന്നുകൊണ്ടിരിക്കും. അതിനെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ കറക്റ്റ് ചെയ്ത് നമുക്ക് ഫോർവേഡായിട്ട് മൂവ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ബ്രൗസർ കൺസോൾസ്, ബ്രേക്ക് പോയിൻറ്റ്സ്, ലോഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇവയെല്ലാം ഡീബഗിന് ഉള്ള പ്രധാനപ്പെട്ട ടൂൾസ് ആണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുന്നത് ക്രോം ഡെവ് ടൂൾസ് ഉണ്ട്. അത് ഡെവ് ടൂൾസ് ഉപയോഗിച്ച് ലൈൻ ബൈ ലൈനായി വേരിയബിൾ വാല്യൂസ് ഒക്കെ കാണാം, എക്സിക്യൂഷൻ പോസ് ചെയ്യാം, എറർ ട്രേസ് ചെയ്യാം. ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ഡീബഗിങ് സ്പീഡ് ഭയങ്കര വേഗത്തിലായി മാറും. ഓക്കെ, വളരെ ഇമ്പ്രൂവ് ആയും. പിന്നെ എഫിഷ്യൻറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എഡിറ്റർ എൻവയോൺമെൻറ്റ് ഫൈൻ ട്യൂൺ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ VS കോഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ DS മോഡ് ഡാർക്ക് മോഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൈറ്റ് മോഡാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫോണ്ട് സൈസ്, ഫോണ്ട് ഫാമിലി ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ പ്രെറ്റിയർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതുപോലുള്ള ഫോർമാറ്റിംഗ് എക്സ്റ്റൻഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ESLint പോലുള്ള എറർ ഡിറ്റക്ഷൻ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാം. സോ ഇവ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് എഴുതുന്നത് കുറച്ചും കൂടി ഫണ്ണാവും, കുറച്ചുകൂടി എളുപ്പമായി മാറും. ഓക്കെ, എന്തെങ്കിലും എറർ വന്നാൽ പാനിക് ആവരുത്. ഇൻസ്റ്റഡ് കാമായി കൺസോൾ നോക്കിയാൽ മതി. എറർ മെസ്സേജ് വായിക്കുക, ലൈൻ നമ്പർ കണ്ടുപിടിക്കുക, ആ ലൈൻ ചെക്ക് ചെയ്യണം. എന്നിട്ട് കാരണം അവിടെ തന്നെ ആ സൊല്യൂഷൻ ഉണ്ടാവും. ആ ലൈൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡിംഗ് ഈസ് നോട്ട് അബൌട്ട് അവോയ്ഡിങ് എറേഴ്സ്, ഇറ്റ്സ് അബൌട്ട് ലേണിംഗ് ഹൗ ടു ഹാൻഡിൽ ദം സ്മാർട്ട്ലി. ഞാൻ പറഞ്ഞല്ല, വേറെ ആരോ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുന്നു മാത്രം അത്. സോ അപ്പോൾ ഈ മോഡ്യൂളിൽ നമുക്ക് ബേസിക്കലി കവർ ചെയ്യാൻ പോകുന്നത് കോഡ് സ്മാർട്ടായി എങ്ങനെ എഴുതാം, പിന്നെ ID ഫീച്ചേഴ്സ് മാക്സിമം ഉപയോഗിക്കാം, ഹെൽപ്പ് എവിടെ നിന്ന് നമുക്ക് കിട്ടും, ഡീബഗിങ് ടൂൾസ് ഉപയോഗിച്ച് എറേഴ്സ് എങ്ങനെ ഫിക്സ് ചെയ്യാം, ഇവയൊക്കെയാണ് നമ്മൾ ഇനി കുറച്ചങ്ങോട്ട് വീഡിയോസിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡിംഗ് മാത്രമല്ല റിയൽ പ്രൊജക്ട്സും വർക്ക് ഫ്ലോസും എല്ലാം ഇത്തിരി കോൺഫിഡൻസ് കിട്ടും നിങ്ങളുടെ കേസിൽ. ഓക്കെ, നിങ്ങളത് ഗോ ത്രൂ ചെയ്ത് കുറേ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കയറുന്നവർ നിങ്ങളുടെ കോൺഫിഡൻസും കൂടും, വർക്ക് ഫ്ലോസിൽ നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഈ മോഡ്യൂളിൻ്റെ ബേസ് കൺസെപ്റ്റ്സ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റിമെമ്പർ, കോഡ് സ്മാർട്ട്, ഡീബഗ് സ്മാർട്ടർ. Okay, thanks a lot. Bye.